നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കുന്നില്ലല്ലോ അങ്കിൾ. നമ്മൾ വിചാരിക്കുന്നത് നടത്തിത്തരാൻ ഒരാൾ ഇപ്പൊ എത്തും. അയാളായിരിക്കും ഇനി നമുക്കൊപ്പം നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരാ ജഗനങ്ങൾ? പുതിയ ആള്? പ്രതീക്ഷിച്ച ആള് കൃത്യമായിട്ട് എത്തിച്ചേർന്നല്ലോ. ജയേഷ്, ഇതാണ് ഐശ്വര്യ. ഹലോ ഐശ്വര്യ, ഇത് SI ജയേഷ്, നമ്മുടെ സ്റ്റേഷനിലെ പുതിയ SI. ഹായ്. ഹായ്. ജയേഷിന്റെ കാര്യങ്ങള് ഞാൻ ഐശ്വര്യയോട് പറയുമായിരുന്നു. ആനന്ദ നിലയത്തിനെതിരെ ഇനി നമ്മുടെ ഒപ്പം ജയേഷും ഉണ്ടാവുന്നു. നിലവിലെ എല്ലാ കാര്യങ്ങളും ജയേഷിനറിയാം. വർമ്മയുടെ കമ്പനി പൂട്ടണം, അഖിലിന്റെ ജീവിതം തകരണം. ഇത് രണ്ടുമാണ് എന്റെയും ലക്ഷ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പഴയ ഒരു ശത്രുതയാണ്. എന്റെ അച്ഛനും വർമ്മയും അനിയന്റെയും ചേട്ടന്റെ മക്കളാണ്. കാര്യങ്ങൾ പറഞ്ഞാലേ ഒരുപാടുണ്ട്. അഖിലുമായിട്ടുള്ള വിരോധം പഠിക്കുന്ന സമയത്ത് എനിക്കുള്ളതാണ്. ജയേഷിന്റെ അച്ഛനും ഞാനും പരിചയക്കാരാ. ജയേഷാണ് നമ്മുടെ സ്റ്റേഷനിൽ പുതിയതായിട്ട് ചാർജ് എടുക്കാൻ വരുന്ന SI എന്നറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. ആ വീടും അതുപോലെ അഖിലും തകർന്നു കിട്ടാൻ ആരോട് കൂട്ടുകൂടാനും എനിക്കൊരു മടിയില്ല. സത്യത്തിൽ ജഗനങ്ങൾ, ഇദ്ദേഹം കൂടി വന്നപ്പോ ആത്മവിശ്വാസം വല്ലാതെ കൂടുക. നമുക്ക് 2-3 തരത്തിൽ വേണം ആ വീടുമായുള്ള അറ്റാക്ക് പ്ലാൻ ചെയ്യാൻ. ഒന്ന്, ജഗൻജി പറഞ്ഞതുപോലെ അശ്വതിയെ മുന്നിൽ നിർത്തിയുള്ള ഗെയിം. അതെ, ആദിയുടെ കാമുകി അശ്വതി. അശ്വതിയെ ആ വീട്ടിലേക്ക് എത്തിക്കണം. അതോടെ അവിടുത്തെ പ്രശ്നങ്ങൾ തുടങ്ങും. അതെ, അശ്വതി ആ വീട്ടിൽ കയറ്റണമെങ്കിൽ ആദ്യം അശ്വതി പൂർണ്ണമായി നമ്മുടെ വശത്തേക്ക് വരണം. ജഗൻജിയും വൈഫും കൂടി അശ്വതിയെ സ്വാധീനിക്കണം. ഈ അശ്വതിയുടെ മകൾ PVR സ്കൂളിൽ പഠിക്കുന്നല്ലേ പറഞ്ഞേ? അതെ, അവിടെ പഠിക്കാം. അപ്പൊ സ്കൂളിൽ വിളിച്ച് അശ്വതിയുടെ അഡ്രസ് ഞാൻ എടുത്തുതരാം. അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഓപ്പറേഷൻ ഞാനും മായയും കൂടി നടത്തിക്കോളാം. അഖിലിനെയും ആദിയെയും അരുണിനെയും പേഴ്സണലായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. തുടർച്ചയായിട്ട് ഓരോരോ ഇഷ്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആ ശ്യാമ ഇല്ലാതാവുക എന്നുള്ളതാ. അഖിലിനെ ഇല്ലാതാക്കുന്നത് ശ്യാമയെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെയാണ്. ശ്യാമയെ പൂട്ടാനും നമ്മൾ കൃത്യമായൊരു അവസരം ഉണ്ടാക്കണം. ഒരു കേസ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, അത് നമുക്ക് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യണം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ ജോത്സ്യൻ വന്ന് സമയം കുറിക്കുന്നുണ്ട്. അവരുടെ കല്യാണത്തിനുള്ള സമയം വീട്ടിൽ തന്നെ നടത്തുന്ന ചടങ്ങാ. അതാ വസുന്ധരയുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടാ. പക്ഷെ ആ വിവാഹം നടക്കാൻ പാടില്ല. അതെ, യഥാർത്ഥത്തിൽ അഖിലിന്റെയും ശ്യാമയുടെയും സമയം നമ്മളാ കുറിക്കുന്നത്. അവരുടെ നാശത്തിന്റെ സമയം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.